ഹായ് എല്ലാവർക്കും SWCയുടെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. നിങ്ങൾ CUET MSW എൻട്രൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഈ വീഡിയോ കാണുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ക്ലാസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമുക്ക് ടോട്ടൽ 9 യൂണിറ്റുകളാണ് നമ്മുടെ സിലബസിൽ വരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള സോഷ്യൽ ചേഞ്ച് ആൻഡ് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന യൂണിറ്റിലെ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആയിരിക്കും. നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം. എന്താണ് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ? സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ മെയിൻലി 2 തരത്തിലാണ് വരുന്നത്. ഒന്ന് ഇൻഡിവിജ്വൽ ലെവൽ സോഷ്യൽ ട്രാൻസ്ഫോർമേഷനും അടുത്തത് സോഷ്യൽ ലെവലിലുള്ള സോഷ്യൽ ട്രാൻസ്ഫോർമേഷനും. ഏതാണ്? ഇൻഡിവിജ്വൽ ലെവലിൽ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട്, സോഷ്യൽ ലെവലിലും സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ. സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ഇൻ ഇൻഡിവിജ്വൽ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡ്യൂറിങ് ദി പ്രോസസ് ഓഫ് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ഇൻ ഇൻഡിവിജ്വൽ ലെവൽ എ പേഴ്സൺ മൂവ്സ് ഫ്രം an ascribed status to an achieved status. ഒരാള് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസിൽ നിന്നും അച്ചീവ്ഡ് സ്റ്റാറ്റസിലോട്ട് മാറുന്ന പ്രോസസ്സിനെയാണ്, അല്ലെങ്കിൽ അതിനെയാണ് എന്ത് പറയാ, സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ പറയാം. എന്താണ് ഈ അച്ചീവ്ഡ് സ്റ്റാറ്റസും അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസും? അത് അറിഞ്ഞിരിക്കണം അല്ലെ. എന്താ നമുക്ക് നോക്കാം. എന്താണ് അച്ചീവ്ഡ് സ്റ്റാറ്റസും അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസും? അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആകും കൺസെപ്റ്റ്. എന്താണ് അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ്? അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജന്മനാ കിട്ടുന്ന നമ്മുടെ സ്റ്റാറ്റസ് എന്തായിരിക്കും? നമ്മളൊരു ഫാമിലിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫാമിലി, അല്ലെങ്കിൽ നമ്മൾ ഏത് കാസ്റ്റിലാണ് ജനിച്ചത്, അല്ലെങ്കിൽ നമ്മൾ മെയിലാണോ ഫീമെയിലാണോ, ഇതൊക്കെ എന്താണ് നമുക്ക് ജന്മനാ കിട്ടുന്ന സ്റ്റാറ്റസ് ആണ് അല്ലെ, ഗിവൺ ബൈ ബർത്ത് അല്ലെ. നമുക്കൊരു ചോയ്സും അവിടെ ഇല്ല, നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു ചോയ്സും ഇല്ല. നമ്മൾ ഏത് ഫാമിലിയിലാണ്, ഏത് കാസ്റ്റിലാണ്, ഏത് റിലീജിയനിലാണ്, മെയിലാണോ ഫീമെയിലാണോ, ഇതൊക്കെ എന്താണ് നമ്മളെ അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ആണ്. നമുക്ക് ജന്മന വിത്തൗട്ട് നമ്മളെ ചോയ്സ് അല്ലെ, നമുക്കൊരു തിരഞ്ഞെടുക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഇല്ല. അങ്ങനെ കിട്ടുന്നതിനെയാണ് അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയാ. അടുത്തതാണ് അച്ചീവ്ഡ് സ്റ്റാറ്റസ്. എന്താണ് അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മന കിട്ടുന്നതല്ല, നമ്മള് നമ്മുടെ എഫേർട്ട് മുഖേന, സ്കില്ല് മുഖേന അല്ലെ നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ്. അതാണ് എന്തെന്ന് പറയാ, അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയാ. ഫോർ എക്സാമ്പിൾ എന്താ പറയാ, നിങ്ങളിപ്പം CUET MSW എൻട്രൻസ് എക്സാം ഒക്കെ എഴുതി കഷ്ടപ്പെട്ട് പഠിച്ച് നിങ്ങൾ എന്താണ് നല്ലൊരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ടിസിലോ ഡൽഹി യൂണിവേഴ്സിറ്റിയിലോ എവിടെയെങ്കിലും അഡ്മിഷൻ എടുത്ത് നിങ്ങൾ അവിടുന്ന് എക്സാം ഒക്കെ കഴിഞ്ഞു നിങ്ങൾ MSW ഒക്കെ പാസ് ഔട്ട് ആയി നല്ലൊരു ജോബ് കിട്ടി അല്ലെ. ഒന്നിക്കല് നിങ്ങളൊരു സൈക്കാട്രിക് സോഷ്യൽ വർക്കറായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വേറെ അതേപോലെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അച്ചീവ് ചെയ്തെടുത്ത സ്റ്റാറ്റസ് ആണ്. ഫോർ എക്സാമ്പിൾ ജസ്റ്റ് പറഞ്ഞതാണ്. അച്ചീവ് ചെയ്തെടുത്ത സ്റ്റാറ്റസ് ആണ്. അച്ചീവ് ചെയ്തെടുത്ത സ്റ്റാറ്റസ് എന്തായിരിക്കും? ഡോക്ടർ, ടീച്ചർ അല്ലെ, അല്ലെങ്കിൽ ഒരു അത്ലറ്റ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അച്ചീവ് ചെയ്തുള്ള സ്റ്റാറ്റസ് അതാണ് അച്ചീവ്ഡ് സ്റ്റാറ്റസും അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസും തമ്മിലുള്ള വ്യത്യാസം. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ഇൻ ഇൻഡിവിജ്വൽ ലെവലിൽ എന്താണ് നടക്കുന്നത്? നമ്മള് അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസിൽ നിന്നും അച്ചീവ്ഡ് സ്റ്റാറ്റസിലോട്ടുള്ള ആ മാറ്റത്തെയാണ് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ഇൻ ഇൻഡിവിജ്വൽ ലെവൽ എന്ന് പറയാം. അതായത് ഒരു പാവപ്പെട്ട ഫാമിലിയിൽ ജനിച്ച് വളർന്ന് ദാരിദ്ര്യത്തോടൊക്കെ അല്ലെ ഉണ്ടായിട്ടുള്ള ഒരു മനുഷ്യന് അത് പഠിച്ച് വലിയൊരു IAS മാറുകയാണ്. അതാണ് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ഇൻഡിവിജ്വൽ ലെവൽ എന്ന് പറയാറ്. അപ്പൊ ഈ പാവപ്പെട്ട ഫാമിലിയിൽ അയാളുടെ അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ആണ്, പക്ഷെ പഠിച്ച് IAS എന്ന് പറഞ്ഞാൽ അയാൾ അച്ചീവ്ഡ് സ്റ്റാറ്റസിലോട്ട് മാറി. ഈ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയാ, സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ഇൻ ഇൻഡിവിജ്വൽ ലെവൽ എന്ന് പറയാ. അതേപോലെ തന്നെ അടുത്ത രണ്ടാമത്തതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് നമ്മൾ ഇൻഡിവിജ്വൽ ലെവലും അടുത്തത് സോഷ്യൽ ലെവലിലും. സോഷ്യൽ ലെവലിൽ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് നടക്കുന്നതാണ് നോക്കുന്നത്. സൊസൈറ്റിയുടെ കളക്റ്റീവ് ആയിട്ടുള്ള ഒരു കോൺഷ്യസിന്റെ പുറമേ ആയിരിക്കും ട്രാൻസ്ഫോർമേഷൻ സൊസൈറ്റിയിൽ നടക്കുക. അതായത് സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിലെ 5 കൊല്ലം UDF ഭരിക്കും, 5 കൊല്ലം LDF ഭരിക്കും അല്ലെ. അങ്ങനെയാണ് കേരള ചരിത്രത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഇത്ര കാലത്തോളം ഉണ്ടായത്. UDF ഭരിക്കുന്നു, LDF ഭരിക്കുന്നു, UDF ഭരിക്കുന്നു, LDF ഭരിക്കുന്നു. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. അതായത് ആളുകൾ മാറ്റത്തെ ആഗ്രഹിക്കുന്നുണ്ട്. 5 കൊല്ലം UDF ഭരിച്ചു, ഇനി ജനങ്ങൾക്ക് തോന്നുകയാണ് UDFന്റെ ഭരണം
എന്താണ് ഒന്നും കൂടി റെഡി ആവാനുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുക, ഇനി LDFന് വോട്ട് ചെയ്യാന്ന് എന്താണ് ജനങ്ങൾ തീരുമാനിക്കുകയാണ്. ആളുകൾ കളക്റ്റീവ്ലി ഒരു കോൺഷ്യസ് അല്ലെ, ആളുകൾ അവെയർ ആണ്. അവിടെ ആളുകൾ എന്താണ് മാറ്റം വേണമെന്ന് ആളുകൾ അവെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്നു, ആളുകൾ സ്വാഭാവികമായിട്ടും ഒന്നുകിൽ ഏതാണ് UDFനോ അവർ വേണ്ട പാർട്ടിയെ വിജയിപ്പിക്കുന്നു. അതാണ് ഒരു ഒരു കളക്റ്റീവ് ആയിട്ടുള്ള കോൺഷ്യസിലൂടെ ആളുകൾ ചേഞ്ച് വരുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇത് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. പിന്നെ അതേപോലെ തന്നെയാണ് സതി ഇല്ലേ, സതി എന്ന് പറയുന്ന ആചാരം നമ്മുടെ നാട്ടിൽ എന്തായിരുന്നു, വലിയൊരു പ്രശ്നമായിരുന്നു. അപ്പൊ എന്താണ് ഇതിനൊരു മാറ്റം വരണം എന്ന് പറഞ്ഞുകൊണ്ട് രാജാറാം മോഹൻ റായ് ഇല്ലേ, സതി ആരാണ് നിരോധിക്കപ്പെടുന്നത്, രാജാറാം മോഹൻ റായ് ആണ്. ഓർത്തു വെക്കുക, എക്സാമിൽ CUT എൻട്രൻസ് എക്സാമിൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് രാജാറാം മോഹൻ റായ്. സോ എന്താണ് സതി എന്താണ് ഒരു കളക്റ്റീവ് ആയിട്ടുള്ള കോൺഷ്യസ്നസ്, ആളുകൾക്ക് എന്തായി മനസ്സിലായി, ഇനി ഇങ്ങനെ സതി എന്ന് പറയുന്ന ആചാരം മുന്നോട്ട് പോയി ശരിയാവില്ല, മാറ്റം വേണം. ആളുകൾ എന്തായി അവിടെ ഒരു മാറ്റം അല്ലെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതാണ് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ഇൻ സോഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതാണ്, സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ. സോ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കുക. സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ഇൻ ഇൻഡിവിജ്വൽ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്തായിരുന്നു, സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ഇൻ ഇൻഡിവിജ്വൽ ലെവൽ അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസിൽ നിന്നും അച്ചീവ്ഡ് സ്റ്റാറ്റസിലോട്ടുള്ള മാറ്റമാണ്. ഒരു പാവപ്പെട്ടവന് എന്തായി മാറുന്നു, ഒരു പാവപ്പെട്ട ഫാമിലിയിൽ നിന്ന് പഠിച്ച് വലിയൊരു നിലയിൽ എത്തുന്നു, ഒരു ഡോക്ടർ ആവുന്നു, ഒരു IAS കാരനാവുന്നു, അല്ലെങ്കിൽ നല്ലൊരു നിലയിലിട്ട് എത്തുന്നതാണ് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ഇൻ ഇൻഡിവിജ്വൽ ലെവൽ എന്ന് പറയുന്നത്. സോഷ്യൽ സിസ്റ്റം ലെവലിൽ നമ്മൾ പറഞ്ഞു എന്താണ്, ആളുകൾ ബോധത്തോടു കൂടി ഒരു മാറ്റം വേണമെന്ന് സമൂഹത്തിൽ തീരുമാനിച്ചുകൊണ്ട് കളക്റ്റീവ് കോൺഷ്യസിലൂടെ അല്ലെ ആളുകൾ എന്ത് ചെയ്യുന്നു, ഒരു മാറ്റം കൊണ്ടുവരുന്നു. ഓർത്ത് വെക്കുക, കളക്റ്റീവ് കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ ആരുതെന്ന് അറിയോ? കളക്റ്റീവ് കോൺഷ്യസ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് പറയുന്നത്, എമിലി ഡർക്യുമാണ് കേട്ടോ. എമിലി ഡർക്യുമാണ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ വേറെ ക്ലാസ്സിലൊക്കെ അത് ഡിസ്കസ് ചെയ്യും, ജസ്റ്റ് പറഞ്ഞതാണ്. അപ്പൊ എന്താണ് ഈ കാര്യം ഓർത്ത് വെക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് ഏകദേശം മനസ്സിലായി. എന്താണ് ഇൻഡിവിജ്വൽ ലെവലിൽ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നതും സോഷ്യൽ ലെവലിലും സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് മനസ്സിലായതെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. എന്തായിരിക്കും, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ആൻസർ ഒന്ന് പോസ് ചെയ്യുക, പോസ് ചെയ്ത് വായിച്ചു നോക്കിയിട്ട് കണ്ടെത്തുക. ഞാൻ നേരെ ഇതിലോട്ട് വരാം. സോ ഹു എമംഗ് ദി ഫോളോവിങ് എംഫസൈസ്ഡ് ദി റോൾ ഓഫ് എക്കണോമിക് ബേസ് ഇൻ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ? യെസ്, ഈ എക്കണോമിക് ബേസ് ഇൻ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ, ഈ എക്കണോമിനെ കുറിച്ചൊക്കെ പറഞ്ഞത് ആരാണ് പൊതുവെ? ഇതിലാരാണ്? കാൾ മാക്സ്, എമിൽ ഡർക്യും, അഗസ്റ്റ് കോംറ്റ്, ഇങ്ങനെ കുറച്ച് ആളുകളുണ്ട്. ഇതിലാരാണ്? കോൺഫ്ലിക്റ്റ് തിയറി എന്നൊക്കെ പറയും അല്ലെ, സോഷ്യോളജിയിൽ എന്താണ് സോഷ്യൽ ചേഞ്ചിൽ നമ്മൾ പഠിക്കുന്നതാണ് കോൺഫ്ലിക്റ്റ് തിയറി. ഇതിൽ വരുന്നതാണ് കോൺഫ്ലിക്റ്റ് തിയറിന്റെ ആളാണ് കാൾ മാക്സ് എന്ന് പറയുന്നത്. കാൾ മാക്സ് ഉണ്ട്, റോൾ ഡോൺറോഫ് ഉണ്ട്, ലെവിസ് എന്ന് പറയുന്ന ഒരാളുണ്ട്. ഇവരൊക്കെ സോഷ്യൽ കോൺഫ്ലിക്റ്റ് തിയറിന്റെ ആളുകളാണ്. സോ അതിൽ പറയുന്നത് വെച്ചാൽ എക്കണോമി ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ് അല്ലെ. എന്താണ്, ഭൂ ഉടമകളും തൊഴിലാളികളും തമ്മിലുള്ള പ്രശ്നത്തെയാണ് കോൺഫ്ലിക്റ്റ് തിയറിയിൽ കാൾ മാക്സ് പറയുന്നത്. സോ അത് ഓർത്ത് വെക്കുക. എന്താണ് നമ്മളെ തിയറി പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവും. പക്ഷെ ആ തിയറിയിൽ എക്കണോമിക് ബേസ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ് പറയുന്നത്. അപ്പൊ എന്താണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്, കാൾ മാക്സിന്റെ എന്താണ് കോൺഫ്ലിക്റ്റ് തിയറി ബേസ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് ജസ്റ്റ് അത് ഓർത്ത് വെക്കുക. ആൻസർ എന്താണ്, കാൾ മാക്സ് ആണ്. ഈ എക്കണോമി അതേപോലെ എന്താണ് തൊഴിലാളി മുതലാളി അതേപോലെ കോൺഫ്ലിക്റ്റ് എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആരായിരിക്കും? കാൾ മാക്സ് ആയിരിക്കും ഉണ്ടാവുക. എപ്പോഴും ഒരു അടിപിടി ഇല്ലേ, തൊഴിലാളി മുതലാളിയും തമ്മിലുള്ള അടിപിടിക്ക് ഒരു ഇത് വെക്കുന്ന ആളാണ് കാൾ മാക്സ്. അത് ഓർത്ത് വെക്കുക എപ്പോഴും. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യന്, when women in India gained the right to vote in 1915, it represented, സ്ത്രീകള് ഇന്ത്യയിൽ വോട്ട് ചെയ്യാൻ തുടങ്ങി എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നതിൽ? എന്ത് ട്രാൻസ്ഫോർമേഷനാണ്? ഒരു കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ ആണോ, എക്കണോമിക് ട്രാൻസ്ഫോർമേഷൻ ആണോ, സൈക്കോളജിക്കൽ ട്രാൻസ്ഫോർമേഷൻ ആണോ? നമുക്കറിയാം അല്ലെ, പൊളിറ്റിക്കൽ ട്രാൻസ്ഫോർമേഷൻ ആണ് നടക്കുന്നത്. എന്താണ്? യെസ്, പൊളിറ്റിക്കൽ ട്രാൻസ്ഫോർമേഷൻ ആണ് നടക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യട്ടോ. ഞാൻ ക്വസ്റ്റ്യൻസ് വെക്കുമ്പോൾ നിങ്ങൾ പോസ് ചെയ്യുക, എന്നിട്ട് ഒന്ന് വായിച്ചു നോക്കുക, ആൻസർ കണ്ടെത്തുക. സോ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ബെസ്റ്റ് ഷോസ് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ അറ്റ് ദി ഇൻഡിവിജ്വൽ ലെവൽ? നമ്മൾ ഇൻഡിവിജ്വൽ ലെവലിൽ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ എന്താ പറഞ്ഞത്? അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസിൽ നിന്നും അച്ചീവ്ഡ് സ്റ്റാറ്റസിലോട്ടുള്ള ആളുകളുടെ മാറ്റത്തെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഗ്രീൻ റെവല്യൂഷൻ ഇന്ത്യ, നോ, ആൻസർ ഇസ് നോട്ട് കറക്റ്റ്. ആൻഡ് ബി നോക്കുക, വില്ലേജ് ഷിഫ്റ്റിംഗ് ഫ്രം കാസ്റ്റ് ബേസ്ഡ് പഞ്ചായത്ത് ഡെമോക്രാറ്റിക് ഗവേണൻസ്, നോ, കറക്റ്റ് അല്ല ആൻസർ അല്ലേ. പിന്നെന്താണ് അടുത്ത് നോക്കിയ, എ വുമൻ സർവൈവർ ഓഫ് ഡൊമസ്റ്റിക് വയലൻസ് ബിക്കം എ റൈറ്റ് ആക്ടിവിസ്റ്റ്. ഇത്ര നോക്കുക, അതായത് ഒരു ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടായിട്ടുള്ള ഒരു സ്ത്രീ എന്താവുന്നത് അല്ലെ, ഒരു റൈറ്റ് ആക്ടിവിസ്റ്റ് ആണ് മാറുന്നത്. എന്താണ് ആവുന്നത് ഇവിടെ?
സ്റ്റാറ്റസിൽ മാറ്റം വരികയാണ് അല്ലേ? ഒരു അച്ചീവ്ഡ് സ്റ്റാറ്റസിലോട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഉത്തരം എന്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്. അടുത്ത് നോക്കുക. പോൾ ഫ്രൈറ കൺസെപ്റ്റ് കോൺസെൻട്രൈസേഷൻ ഈസ് മോസ്റ്റ് റിലവന്റ് ടു. യെസ്. എന്താണ് ആൻസർ ഇതിന്റെ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ നമ്മൾ വേറെ കൺസെപ്റ്റുകൾ പഠിക്കുമ്പോൾ ഈ കോൺസെൻട്രൈസേഷൻ ഒക്കെ പറഞ്ഞു പോകും. എക്സാമിന് പൊതുവെ രണ്ട് തവണ എങ്ങാണ്ട് പോൾ ഫ്രൈറിന്റെ തീയതി ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരിക്കും? പൊളിറ്റിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ്സ്, ഓക്കെ, സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ഇൻ ഇൻഡിവിജ്വൽ ലെവൽ, സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ത്രൂ ക്രിറ്റിക്കൽ അവയർനെസ്, സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് സൊസൈറ്റി. ഞാൻ പറഞ്ഞുതരാം. ഈ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയർനെസ്, നിങ്ങൾ ഈ ഒരു വാക്ക് അവയർനെസ്സുമായിട്ട് കണക്ട് ചെയ്യുക. ആളുകൾക്ക് എന്താണ് ഒരു അവയർനെസ് വേണം? എന്തില്? അവരുടെ നിലവിലെ അവസ്ഥയിൽ, അല്ലെങ്കിൽ എന്താണ്, ആളുകള് അവര് നിലവിൽ ചൂഷണം ചെയ്യാണ്, അവർ ഇനിക്വാലിറ്റി ഫേസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു ആളുകളുടെ അവയർനെസ്സിനെയാണ് എന്ത് പറയാ? കോൺസെൻട്രേഷൻ എന്ന് പോൾ ഫ്രൈറെ പറയുന്നത്. സോ എന്താണ് ഇതിലെ ആൻസർ? എന്താണ്? ഓപ്ഷൻ സി ആണ് അല്ലെ? ഇൻഡിവിജ്വൽ ലെവൽ സോഷ്യൽ ട്രാൻസ്ഫർമേഷൻ ത്രൂ ക്രിറ്റിക്കൽ അവയർനെസ്. ആളുകൾക്ക് എന്താണ്? അവരുടെ ഒരു ബോധം വരികയാണ്, ഞങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്, ഇതിലൊരു മാറ്റം വേണം തോന്നുന്ന അതിനെയാണ് കോൺസെൻട്രേഷൻ എന്ന് പറയാം. സോ ഇത് വാക്ക് എവിടെ കേട്ടുകഴിഞ്ഞാലും അവയർനെസ്, അതേപോലെ ഇനിക്വാലിറ്റി, മാർജിനലൈസ്ഡ്, വൾണറബിൾ പീപ്പിൾ, ഇങ്ങനെയൊക്കെ ഓർമ്മ വരണം നമ്മുടെ മനസ്സിൽ. നെക്സ്റ്റ്, ഡ്യൂറിങ് സോഷ്യൽ ട്രാൻസ്ഫർമേഷൻ വെൻ ആൻ ഇൻഡിവിജ്വൽ മൂവ്സ് ഫ്രം അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ടു അച്ചീവ്ഡ് സ്റ്റാറ്റസ്, ഇറ്റ് ഇൻഡിക്കേറ്റ്സ്. എന്തിനാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? സോഷ്യൽ ട്രാൻസ്ഫർമേഷന്റെ സമയത്ത് നമ്മൾ പറഞ്ഞു ഈ പ്രോസസ്സ് എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പറയുന്നത്? ഇൻഡിവിജ്വൽ ലെവലിൽ സോഷ്യൽ ട്രാൻസ്ഫർമേഷൻ നടക്കുമ്പോൾ എന്തിനാണ് ഇതിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? സോഷ്യൽ എക്സ്ക്ലൂഷൻ ആണോ? സോഷ്യൽ കൺട്രോൾ ആണോ? സോഷ്യൽ ഡിസോർഗനൈസേഷൻ ആണോ? ഉത്തരം എന്താണ്? സോഷ്യൽ മൊബിലിറ്റി ആണ് കേട്ടോ. സോഷ്യൽ മൊബിലിറ്റി എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും നമ്മുടെ യൂണിറ്റിൽ. സോഷ്യൽ മൊബിലിറ്റി, അതുപോലെ തന്നെ സോഷ്യൽ ഓർഡർ, ഇതൊക്കെ ഡിസ്കസ് ചെയ്യും. എന്താണ് സോഷ്യൽ മൊബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാറ്റസിൽ നിന്ന് അതെന്താണ് മൂവ് ചെയ്യുന്നതാണ്. അത് പല രീതിയിലും വരും. വെർട്ടിക്കൽ മൊബിലിറ്റി, ഹൊറിസോണ്ടൽ മൊബിലിറ്റി, അങ്ങനെ പലതും വരും. ഒരു സ്റ്റാറ്റസിൽ നിന്ന് മറ്റൊരു സ്റ്റാറ്റസിലോട്ട് പോകുന്നതിനെയാണ് എന്താ പറയുക, നമ്മൾ യൂണിറ്റിലോട്ട് വിശദമായിട്ട് വരും, നമുക്ക് പഠിക്കാനുണ്ട് സോഷ്യൽ മൊബിലിറ്റി, സോഷ്യൽ ഓർഡർ ഒക്കെ. അതിലോട്ട് നമ്മൾ വരുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാവും, ക്ലിയർ ആവും. സോ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താണ്, SWC നിശ്ചിത സീറ്റിലോട്ട് നിശ്ചിത മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ ഫ്രീ ആയിട്ടുള്ള എൻറോൾമെന്റ് നമ്മളെ MSW CUT എൻട്രൻസ് എക്സാമിന്റെ കോഴ്സിലോട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അർഹതപ്പെട്ട വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ എന്ത് ചെയ്യുക, നമ്മളെ കോൺടാക്ട് ചെയ്യുക, നിങ്ങൾ സീറ്റ് ഉറപ്പ് വരുത്തുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പറയാനുള്ളത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. CUT MSWയുമായി ബന്ധപ്പെട്ട വീഡിയോസ് ആയിരിക്കും നമ്മുടെ ക്ലാസ്സിൽ വരിക. സോ എന്ത് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.